ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 ജൂലൈ മാസത്തില് മീനം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അല്ലെ, നമ്മുടെ ഓരോ രാശിക്കാർക്കുള്ള ഫലങ്ങൾ. നമുക്ക് അധികം താമസിക്കാൻ വീഡിയോ കേൾക്കാം. അതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ അധികം പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് നമ്മൾ തൊട്ട് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് വീഡിയോയ്ക്കകത്തൊരു ചെറിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കും. പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. ജൂലൈ മാസഫലം. മകരരാശി അഥവാ മകരക്കൂറ. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം വരടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരക്കൂറ എന്ന് പറയുന്നത് അല്ലേ. അപ്പം മകരരാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ആ അനുകൂലമായ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പയ്യെ ഘട്ടഘട്ടമായിട്ട് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ പയ്യെ സോൾവ് പറഞ്ഞ് നോക്കി നിങ്ങൾ ഒരു മാറ്റവും ഇല്ല എന്ന് തോന്നിയാൽ പോലും നിങ്ങളുടെ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, പയ്യെ എന്ത് ചെയ്യുക, നന്നായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫ് സ്മൂത്ത് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയടിക്കൊരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കണ്ട. പയ്യെ ആ ഒരു മാറ്റം പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെയാണ്. കാരണം അമിതമായ പ്രതീക്ഷകൾ നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും, ബാധിക്കും അല്ലേ. അത് പല കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അമിതമായ പ്രതീക്ഷകൾ എന്തിനുണ്ടോ അത് നമുക്ക് ആ രീതി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവും. നമുക്ക് എന്ത് കിട്ടിയാലും ഇല്ലാത്തൊരവസ്ഥ തോന്നും. അതുകൊണ്ട് തന്നെ അമിതമായ സന്തോഷങ്ങളും അമിതമായ ചിന്തകളൊന്നും വേണ്ട. എന്നിരുന്നാലും നമ്മൾ ആ പറഞ്ഞ രീതിയിലേക്ക് നമ്മുടെ ലൈഫ് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. പൊതുവെ വ്യാഴമാറ്റം നമുക്ക് അനുകൂലമായി വന്നിരിക്കുന്ന അവസ്ഥയാണ്. ഈ മാസത്തിൻ്റെ രാശിമാറ്റങ്ങളും ഒക്കെ നോക്കിയാലും നമുക്ക് പൊതുവെ അനുകൂലമായൊരു സാധനത്തിനാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആവേണ്ട ടൈമൊക്കെ ആയി. നമ്മൾ മോട്ടിവേറ്റഡ് ആവാൻ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ ഒരു വീഡിയോ കണ്ട് ഈ മോട്ടിവേറ്റഡ് ആ ഒരു ഇതിലോട്ട് പോവാതെ നമ്മൾ സ്വയം എന്ത് ചെയ്യുക, മോട്ടിവേറ്റഡ് ആവാനുള്ള ആ ഒരു ടൈം എത്തിയേക്കുകയാണ്. സോ ഇനി മുതൽ നമ്മൾ സ്വയം മോട്ടിവേഷൻ കണ്ടുപിടിക്കുക. നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ ശ്രമിക്കുക. നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വീഡിയോ കണ്ട് മോട്ടിവേറ്റഡ് ആവുക, അല്ലെങ്കിൽ ഒരാൾ പറയുന്ന കേട്ട് മോട്ടിവേറ്റഡ് ആവുക, അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. സോ നിങ്ങളുടെ ടൈം നന്നാവുകയാണ്. സോ അതിന് വേണ്ടിയുള്ള പരിശ്രമം നിങ്ങൾ തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ ആ ടൈം പൂർണ്ണമായി നന്നായി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു നിങ്ങളുടെ ഒരു കരിയർ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. സോ അതിൻ്റെ ഒരു പ്രിപ്പറേഷനായ സ്റ്റേജിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ കൂടെ നിങ്ങൾ കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മാർഗത്തിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങളുടെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, പല ജീവിത പ്രശ്നങ്ങൾ, സന്ദർഭങ്ങൾ, അതെല്ലാം മറികടന്നാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം അതിൻ്റെ ആ ഒരു നല്ലൊരു കരുത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ എടുക്കുന്നുണ്ട്. സോ ആ സെൽഫ് മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്മൂത്തായി പോകാൻ പറ്റും. ശനി വക്രഗതി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ എല്ലാ ഫലങ്ങളും പയ്യെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് കിട്ടിത്തുടങ്ങും. അതിൻ്റെതായ ചെറിയ താമസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇന്ന് പയ്യെ മാറി നമുക്ക് ആ ഓരോ അവസരങ്ങളും അല്ലെങ്കിൽ ഓരോ ഗുണങ്ങളും നമുക്ക് പയ്യെ കിട്ടിത്തുടങ്ങുന്ന സമയം തന്നെയാണ്. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായ സമയം തന്നെയാണ്. പുതിയ അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങും. അതിനുവേണ്ടി പരിശ്രമിച്ച് കഴിഞ്ഞാൽ കിട്ടും. തൊഴിൽ കിട്ടാത്തവർക്ക് തൊഴിൽ ലഭിക്കാനൊക്കെ യോഗമുള്ള സമയമാണ്. രാഹുകേതുക്കൾ 3-9 നിൽക്കുന്ന നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാധ്യത തന്നെയാണ്. വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, വിവാഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, വിവാഹ കാര്യങ്ങൾ ഒത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെച്ച് താമസിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ നടത്താൻ ശ്രമിക്കുക. കാരണം അത് പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ ആ വിവാഹം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങൾ നോക്കുക. പെട്ടെന്ന് നടത്തുമെന്ന് വിചാരിക്കുന്ന ഒന്നും അന്വേഷിക്കാതെ പോയി പെട്ടെന്ന് നടത്താൻ എന്നല്ല ഉദ്ദേശിക്കണം. എല്ലാം അന്വേഷിക്കണം, പക്ഷെ ഒരു കാലതാമസം വെക്കാതെ തന്നെ പെട്ടെന്ന് നടത്തിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഒന്നുകൂടി വെയിറ്റ് ചെയ്യുമെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വിവാഹത്തിലേക്ക് എത്തണം എങ്കിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണ്. പക്ഷെ ചെറിയ പ്രശ്നങ്ങൾ അതിലുണ്ടാവാം. പക്ഷെ എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഒരു വിധത്തിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുന്നൊരു സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പയ്യെ കുറഞ്ഞ് നമുക്കൊരു സമാധാനം, സന്തോഷത്തിലേക്കൊക്കെ പയ്യെ നമ്മൾ തലപൊക്കി ഒന്ന് വരുന്ന ഒരു അവസ്ഥയൊക്കെയാണ് ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിത പങ്കാളിയൊക്കെ ലഭിക്കാനും യോഗമുള്ള സമയം തന്നെയാണ്. വിദ്യാർത്ഥികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മൈൻഡിലുണ്ടായിരുന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ, ആ ഡൗട്ട് അങ്ങ് മാറിക്കിട്ടും. നിങ്ങൾക്ക് മൈൻഡ് കുറച്ചുകൂടി ക്ലാരിറ്റി ആവും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതാണ് എടുക്കേണ്ടത്, എന്തിലോട്ട് പോകണം, എങ്ങനെ ചെയ്യണം, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള പ്ലാന്, കൃത്യമായൊരു ക്ലാരിറ്റി നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് കിട്ടും.
ഓക്കെ, അതിന് നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു വീഡിയോ കാണുന്നതായിരിക്കാം, ചിലപ്പം നിങ്ങളുടെ ഒരു മുതിർന്ന ഒരാൾ പറയുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ചില ഒരു വ്യക്തി പറയുന്നതായിരിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ മൈൻഡിന് ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. മകരരാശിയെ സംബന്ധിച്ച് സെൽഫ് മോട്ടിവേറ്റ് ആയിരിക്കണം. നിങ്ങൾ കോൺഫിഡൻസ്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ കോൺഫിഡൻസും കൂടി ഒന്ന് ബിൽഡ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ആക്കാൻ പറ്റും. നിങ്ങളുടെ സ്റ്റുഡൻസ് സംബന്ധിക്കുകയാണെങ്കിൽ നല്ലൊരു സമയം തന്നെയാണ് ഈ മകരരാശിയെ സംബന്ധിച്ചോളം ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് സപ്പോർട്ടൊക്കെ കിട്ടും. ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും പുറത്തുനിന്നൊക്കെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടൊക്കെ കിട്ടും. ഓക്കെ, അതൊക്കെ ഒന്നും ഓർത്ത് പേടിക്കേണ്ട, വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകും. ഒരു ആരോഗ്യ സംബന്ധമാക്കി നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും രോഗങ്ങൾക്ക് ഉണ്ടായിരുന്നവർക്ക് അത് അനുകൂലമായിട്ട് ഇത് കുറഞ്ഞു വരിക, അല്ലെങ്കിൽ കൃത്യമായ മരുന്ന് ലഭിക്കുക, അല്ലെങ്കിൽ മരുന്ന് ഫലപ്രാപ്തി കണ്ടു തുടങ്ങുക, ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന അത് പയ്യെ മാറിക്കിട്ടുക, അങ്ങനെ ഒരു അവസരങ്ങളൊക്കെ വരികയാണ്. മുതിർന്നവരൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വിജയിക്കാനൊക്കെ സാധിക്കും. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് നല്ല അനുകൂലമായ സമയം തന്നെയാണ് കേട്ടോ. പൊതുവെ നോക്കിയാൽ മകരരാശിയെ സംബന്ധിച്ച് നോക്കിയാൽ ജൂലൈ മാസം ഓക്കെയാണ്, നല്ലതാണ്, വിഷയങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് ഓക്കെയാണ് കേട്ടോ, വിജയിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് പൊതുവെ എന്താണ് രാശിഫലം എന്ന് പറയുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മളൊന്ന് കൃത്യമായിട്ട് നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ചില പ്രശ്നങ്ങൾ നമ്മൾ വലുതാണ് വിചാരിക്കുന്നതുകൊണ്ട് വലുതാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നിസ്സാരം മറ്റുള്ളവർ നോക്കുമ്പോൾ അത് ചെറിയ പ്രശ്നമായിരിക്കാം, പക്ഷെ നമ്മുടെ ദൃഷ്ടിയാൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുകയാവാം. അപ്പം ആ വലിയ പ്രശ്നം എന്താണ് എങ്ങനെ സിമ്പിളായിട്ട് പരിഹരിക്കാം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് നമ്മുടെ ബുദ്ധിയും നമുക്ക് ഒരു ലോജിക്കൊക്കെ ഉപയോഗിച്ച് നമുക്കതിനൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലേ. അപ്പം അതിനെ കൃത്യമായിട്ട് വീക്ഷിക്കുക. അതുപോലെ തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നു, പുതിയൊരു ആരംഭം തുടങ്ങുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇതിനൊക്കെ നമ്മൾ ഈ പൊതുഫലം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. കാരണം നിങ്ങൾ തന്നെ പലപേരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഫലങ്ങളൊന്നും പകുതി ലഭിക്കുന്നില്ല എന്ന്. അപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടൊരു കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ് കൃത്യമായി എക്സ്പേർട്സിനോട് ചോദിച്ച് തന്നെ മുന്നോട്ട് പോകുക. നമ്മൾ വ്യക്തിപരമായിട്ടൊരു പ്രശ്നം നോക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ആസ്ട്രോളജി കൺസൾട്ട് മാത്രം പോലെ നമ്മൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കൺസൾട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. ബിസിനസ് റിലേറ്റഡ് കൺസൾട്ട് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫീൽഡ് നിങ്ങൾക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ളവരോട് നിങ്ങൾക്ക് അഡ്വൈസ് സ്വീകരിക്കാം. അല്ലെങ്കിൽ അത്യാവശ്യം ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നോളജ് ഉള്ളവരോട് നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്യാം. എന്നിട്ട് മാത്രം നിങ്ങൾ ഈ ആസ്ട്രോളജി പ്രൊഡിക്ഷൻ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നടക്കില്ല അല്ലേ. കാരണം എന്താണ് നമുക്ക് നല്ല ഫലങ്ങളുള്ള സമയത്ത് നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കാര്യവും ഉണ്ടാവില്ല അല്ലേ. നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് തൊഴിൽ കിട്ടുകയുള്ളൂ അല്ലേ. ആ തൊഴിലനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ നല്ല സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കുകയും കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മുടെ ഗോൾസ് ഒക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു അട്രാക്ഷൻ കൂട്ടി വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വർക്ക് ചെയ്യാനുള്ള വർക്ക് ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ മോശ സമയത്ത് നിങ്ങൾക്ക് മോശ സമയമാണ്, റിസ്ക് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് ജാഗ്രത എടുക്കണം, അതിനുള്ള ശ്രദ്ധ കൊടുക്കണം, അതിന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ജീവിതത്തിൽ നല്ല ഇത് വിജയിക്കാനും സാധിക്കും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. പൂർണ്ണമായിട്ട് തന്നെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പകുതി നമ്മുടെ രാശിഫലം മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള പറഞ്ഞ ഐഡിയാസ് ഒന്നും ലഭിക്കില്ല അല്ലേ. ആ ഒരു ഐഡിയയും കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പെൻഡുല ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറുമായിട്ട് ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇൻട്രസ്റ്റ് ടു ജോയിൻ പെൻഡുല ആസ്ട്രോളജിനോ അല്ലെങ്കിൽ പെൻഡുല ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെന്നോ ആ വാട്സപ്പ് മെസ്സേജിൽ ഇടുക. വേറെ ഹായ് അല്ലെങ്കിൽ നമസ്കാരം ഒന്നും ഇടാതെ, അല്ലെങ്കിൽ ആദ്യം നമസ്കാരം ഇട്ടാലും കൃത്യമായ കാര്യം നിങ്ങൾ കൺസൾട്ടേഷൻ ആണോ അല്ലെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യാനാണോ എന്ന് കൃത്യമായി ആ ഒരു മെസ്സേജിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഓഫീസ് സ്റ്റാഫിനെ കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പെൻഡുല ജ്യോതിഷം നമ്മൾ അടുത്ത ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത ബാച്ച് ആരംഭിക്കുക. അപ്പം ആ ബാച്ചിലേക്ക് നമുക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഒരു പൊതുഫലം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. അത് നമുക്ക് ആർക്കെടുക്കാൻ പറ്റില്ല. നമുക്ക് തന്നെ അറിയാം, ഈ ഒരു വീഡിയോ കാണുന്ന എത്ര പേരുണ്ടോ അത്രയും പേരുടെയും പൊതുവായിട്ടാണ് നമ്മൾ ഈ ഒരു ഫലം പറയുന്നത് അല്ലേ. മേടരാശി അല്ലെങ്കിൽ ഇടവരാശി മിഥുനരാശി ഓരോ രാശിക്കാരുടെയും ആ രാശി ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള ഫലം. സോ എന്താണ് ഇവിടെ ഈ ഒരു രാശി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നക്ഷത്ര വ്യത്യാസം ഉണ്ടാവാം. അതേപോലെ തന്നെ എന്താണ്
നിങ്ങൾ പല സറൗണ്ടിങ്ങിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ പലതായിരിക്കും, നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷൻ പലതായിരിക്കാം, നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യം പലതായിരിക്കാം. ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഒരു ക്യാരക്ടർ ബിൽഡ് ആവുന്നത് അല്ലേ. ക്യാരക്ടർ ബിൽഡ് ആവുന്നതനുസരിച്ചാണ് നമുക്കുണ്ടാവുന്ന ഓരോ റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊക്കെ ഉപരി എന്താണ്, നമുക്ക് മുൻജന്മ കർമ്മവും നമ്മുടെ ഈ ഒരു ലൈഫിൽ ബന്ധിച്ചിരിപ്പുണ്ട് അല്ലേ. അപ്പം ഈ മുൻജന്മ കർമ്മവും നമ്മളുമായിട്ട് ബന്ധിക്കുമ്പോൾ അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ വളർച്ചയിൽ ഒത്തിരി പേർക്ക് എന്താണ് അസൂയ, കുശുമ്പ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് തന്നെ ചില ആൾക്കാർ വരുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ കുശുമ്പ് വന്നേക്കാം. അപ്പോൾ എന്താണ്, നമ്മുടെ തോന്നൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ചിന്തയാണ്, ആ ചിന്തയ്ക്ക് നമ്മളൊരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ടല്ലേ. അപ്പം അതൊക്കെ ചിന്തിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് നല്ലത് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലത് അങ്ങോട്ട് കൊടുക്കണം അല്ലേ. നമുക്കൊരാൾക്ക് നന്മ ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് നമുക്ക് നന്മ തരാൻ സാധിക്കുള്ളൂ, നമ്മളിലേക്ക് നന്മ എത്തുകയുള്ളൂ അല്ലേ. അപ്പം ഈ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും, അല്ലെങ്കിൽ നമ്മൾ പലരും പറയാറുണ്ട് എനിക്ക് മാത്രമേ എപ്പോഴും ഈ മോശ സമയം സംഭവിക്കുന്നുള്ളൂ, മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾക്ക് ഭയങ്കര നല്ല സമയമാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാം. അതിന് കാരണം ചിലപ്പം അവർക്ക് ആ ടൈമിൽ നല്ല ദൈവാധീനം ഉണ്ടാവാം. അത് മാത്രമല്ല അവരെന്ത് ചെയ്യണം, മുൻജന്മ കർമ്മത്തിൽ അവർ നല്ല ഫലങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലങ്ങളൊക്കെ അവർ ഈ ജന്മത്തെ അനുഭവിക്കുക. അപ്പം നിങ്ങൾ ഈ ജന്മത്തിൽ മാക്സിമം നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ജന്മത്തിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം മുൻജന്മ കർമ്മം ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ജന്മത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അതനുസരിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ അട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പം അത് മനസ്സിലാക്കുക. ഒരു നല്ല കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും വ്യക്തിപരമായിട്ട് പ്രശ്നം നോക്കി, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ജാതകം പരിശോധിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നം ചിന്ത ചെയ്യുകയോ ചെയ്യണം നിർബന്ധമായിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് അനുകൂല സമയമാണ്. നമ്മുടെ ജാതകത്തിൽ നമുക്ക് പക്ഷേ മോശമാണെങ്കിൽ നമുക്ക് ഈ അനുകൂല ഫലം നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എപ്പോഴും മോശമായി സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചിന്തിക്കുക. പൂർണ്ണമായിട്ട് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. പേരും നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടിലും പൂജയിലും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും. പേരും നക്ഷത്രം വ്യക്തമായിട്ട് തന്നെ ഇടുക കേട്ടോ. പേരും നക്ഷത്രം എന്ന രീതിയിൽ തന്നെ ഇടുക. ഒരു കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഉണ്ടെങ്കിൽ ആ ഒരു മെസ്സേജിലായിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് മെസ്സേജ് ഇട്ടാലും കുഴപ്പമില്ല, മിക്സ് ആയി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരാളുടെ പേര് നക്ഷത്രം വേറൊരാളുടെ പേര് മാത്രം എടുത്ത് അടുത്ത കമൻറ്റ് നക്ഷത്രം മാത്രം ഇട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള മെസ്സേജ് നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുകയുള്ളൂ. കൃത്യമായിട്ടുള്ളവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ഇതിൽ നമ്മൾ ആഡ് ചെയ്യുള്ളൂ. അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെൻഡുലം ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് പെൻഡുലം ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് ഇടുക കേട്ടോ. എന്നാൽ മാത്രമാണ് അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. നിങ്ങൾ കോഴ്സിന് വന്നതാണ്, കൺസൾട്ടേഷന് വന്നതാണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. കോൾ ചെയ്തോളൂ. കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് ഇട്ടാലും മതി കേട്ടോ. വിളിച്ച് എപ്പോഴും കിട്ടുന്ന നിർബന്ധമില്ല. വാട്സപ്പ് ചെയ്തിട്ടാൽ എപ്പോഴും കാണുമ്പോൾ എന്ത് ചെയ്യും, ഓഫീസ് സ്റ്റാഫ് നമ്മളോ ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, അതിന് റിപ്ലൈ കൃത്യമായിട്ട് നൽകും കേട്ടോ.